ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനു മുമ്പിട്ട് ഗ്രോ ബെഡിൽ കൃഷി ചെയ്യാൻ കാണിച്ചായിരുന്നു. അവിടെ അത് കണ്ടോ. അതേപോലെ നമ്മൾ ചെറുത് ഇത് അവിടെ വച്ചിട്ടുണ്ട്. ഒരു 6 ഇഞ്ച് വെച്ചിട്ടുള്ളൂ. ഈ ഗ്രോ ബെഡ് നമ്മൾ വയ്ക്കാനുള്ള കാരണം എൻ്റെ ഒരു എളുപ്പം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവാൻ സാധ്യതയുണ്ടല്ലോ. നമ്മൾ ഗ്രോ ബെഡിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ വരമ്പുണ്ടാക്കി നമ്മൾ ഒരു പച്ചമുളക് പത്രം വെച്ചാൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ വരമ്പ് ഇങ്ങനെ ഈ വെള്ളം ചാടി നനയ്ക്കുമ്പോഴൊക്കെ ഒലിച്ച് ഇങ്ങനെ വിടുന്ന് പോകും. അതുകൊണ്ട് തന്നെ പുല്ലുകളും പെട്ടെന്ന് ഇവിടുന്ന് കയറും. അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബെഡ് കൃത്യമായിട്ട് വച്ചു കഴിഞ്ഞാൽ ഈ ഗ്രോ ബെഡിലേക്ക് പെട്ടെന്ന് പുല്ല് കയറാനും സാധ്യത കുറവുണ്ട്. അതിൻ്റെ അകത്ത് ഇരുന്ന പോറ്റി മിശ്രിതത്തിൻ്റെ അകത്ത് നമ്മൾ ചാണകപ്പൊടിയെല്ലാം ചേർക്കുമ്പോൾ നമ്മൾ ഒലിച്ച് പോലെ മഴ പെയ്താൽ തന്നെ ഒലിച്ചു പോവില്ല. അപ്പോൾ അങ്ങനെ നല്ല സംവിധാനമായത് നമുക്ക് പണി പിന്നീട് എളുപ്പം കിട്ടാൻ വേണ്ടിയുള്ള പണികൾ നമ്മൾ ആദ്യം ചെയ്തു വെക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിച്ചു, എന്തെങ്കിലും തക്കാളി 3-4 പോയി കുഴിച്ചിട്ടു, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പുല്ല് പറിക്കാൻ മടിയായിട്ട് പിന്നെ മാറിക്കും. അപ്പോൾ ഇതാകുമ്പോൾ പുല്ലൊന്നും കരിയിട്ട് കയറില്ല, വെള്ളമൊന്നും ഒലിച്ചു പോകില്ല, നമ്മൾ വരുന്ന വളങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ കിടന്നുള്ളൂ. അതിനിപ്പോൾ അവിടെ ചെയ്യാൻ 10 ഗ്രോ ബെഡ് ഈ ഭാഗത്ത് മൊത്തം ഈ ഭാഗത്ത് 10 എണ്ണം നമ്മൾ ഫിക്സ് ചെയ്യും. അതിന് വേണ്ടിയുള്ള പരിപാടി എന്ന് ആരംഭിക്കുന്നു. ഓക്കെ. ഫിറോസ്ലാവേ അവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അല്പം വാട്ടർ ലെവൽ നോക്കണം. നല്ലതാണ്. എന്നുവെച്ചാൽ ലെവലിൽ ഇരിക്കുന്ന ഭംഗി ഉണ്ടാവുമല്ലോ, അതിനുവേണ്ടി വാട്ടർ ലെവൽ നോക്കാനായിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയ്ക്കണം. അപ്പോൾ വാട്ടർ ലെവൽ പിടിച്ച് നോക്കാൻ പോവാണ്. അവിടെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ആ സ്ലാബിൻ്റെ മുകളിൽ വരാൻ പറ്റുള്ളൂ. സ്ലാബിൻ്റെ മുകളിൽ കറക്റ്റ് സ്ലാബിൻ്റെ മുകളിൽ നീ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. സ്ലാബിൻ്റെ എഡ്ജെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ എവിടെയാണ് മാർക്ക് ചെയ്തത് റെഡിയാണെങ്കിൽ പറയാം. സ്ലാബിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. കറക്റ്റ് ഇവിടെ ഓക്കെയാണ്. സ്ലാബിൻ്റെ മുകളിലാണോ? ഇവിടെ ലേശം താഴാൻ. ഓക്കെ. ഒന്ന് ആദ്യം നോക്കിയതായിരുന്നു, നമ്മളൊന്ന് ക്ലിയർ ചെയ്താ. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു 10 ഗ്രോ ബെഡ് ഇടുന്നല്ലോ. 10 ഗ്രോ ബെഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരാളെ കുറച്ച് മണ്ണിൻ്റെ പരിപാടി കൂടുതലുകൊണ്ട് ഞാനത് ഒരാളെ കൂട്ടിയിട്ടുണ്ട്, വയ്യാനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മണ്ണ് കുറച്ച് കൊത്തിക്കോരി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ മണ്ണ് കുറച്ച് ലെവലിലിടുള്ളൂ. പകുതി വരെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് കുമ്മായം ഇട്ട് നമ്മൾ 15 ദിവസത്തേക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ മണ്ണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ മണ്ണ് കുറച്ച് കരിയില കമ്പോസ്റ്റ് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടാകും. കരിയില കമ്പോസ്റ്റ് ഇട്ട് നമ്മളിത് വീണ്ടും കരിയില കമ്പോസ്റ്റ്, ഉമി, അതുപോലെ ചാണകപ്പൊടി, ആട്ടും കാഷ്ടം പൊടിച്ചത്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ്, ഇതെല്ലാം നമ്മളിട്ട് ക്ലിയർ ചെയ്ത് ഇളക്കി റെഡി ആക്കിയിട്ട് നമ്മൾ 2-3 ദിവസമാണ് ഇട്ടേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഇതിനകത്ത് നമ്മൾ പച്ചമുളക് പലതരമുണ്ട് നട്ടു പിടിച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളി, പിന്നെ ബ്രൊക്കോളി, കോളിഫ്ലവർ അവിടെ ക്യാബേജ് 2 സൈസ് വെച്ചിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ കൂടെ വയ്ക്കാനുണ്ട്. ക്യാരറ്റ് നടാനുണ്ട്. അപ്പോൾ ശീതകാല പച്ചക്കറി കുറച്ച് കൂടുതൽ ഇടണം. അത് കൂടാണ്ട് ഉള്ളി, വെളുത്തുള്ളി, കിഴങ്ങ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് വരാനുണ്ട് മൊത്തം. അത് പിന്നെ കുറച്ച് നമ്മളിവിടെ കുറച്ച് സാധനം പാവി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അത് പാവി എടുത്ത് കാണിച്ചു തരാം. അതിനിപ്പുറത്ത് ഈ പന്തൽ കുറച്ച് സാധനം നട്ടിട്ടുണ്ട്. നമ്മൾ പിടിച്ചിട്ടുണ്ട് നന്നാക്കാനുണ്ടാ. ഇതിലെല്ലാം തന്നെ പിടിച്ചാണ് നല്ല ഭംഗിയായിട്ട്, നല്ല പച്ചപ്പ് നിറമുണ്ട്, നല്ല പൊട്ടാഷ്യമൊക്കെ കറക്റ്റായിട്ടുണ്ട്, നല്ലോണം ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ കൃഷി നന്നായി. ഇനി ഈ പാതി വിത്തുകളുണ്ട തക്കാളി, ഇത് മണിത്തക്കാളി, ഇത് സാധാ തക്കാളി, പിന്നെ വള്ളിപ്പയറുണ്ട്, സ്നോ വൈറ്റ് കുക്കുംബറുണ്ട്, തക്കാളി ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ബ്രൊക്കോളിനെ വച്ചിട്ടുണ്ട്, പൊടിച്ചിട്ടുണ്ട്. ബ്രൊക്കോളിനെ ഈ ചെറുതുകളുടെ ഇത്ര സാധനമൊക്കെ പറിച്ച് നടണം.
പിന്നെ അതിനകത്ത് കുറച്ച് ചീരയും ഉണ്ട്. ചീരയും ഒരു കളിയിൽ കുറച്ച് ചീരയും പറിച്ച് തരണം. ഈ കാബേജ് നട്ടുമ്പോൾ അത്ര അതായിട്ടുണ്ട് കാബേജ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ.